ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളാരും ഇതുവരെ ട്രൈ ചെയ്യാത്ത പുതിയൊരു റെസിപ്പിയുമായാണ്. അപ്പോൾ ആ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് ആവശ്യമായത് വലിയ ഉള്ളി, ക്യാരറ്റ്, പിന്നെ നമ്മൾ ബീഫ് വേവിച്ചിട്ട് അത് ഉടച്ചെടുത്തത്, മല്ലിയില. ഒരു ചട്ടിയിലേക്ക് അരിഞ്ഞു വെച്ച വലിയ ഉള്ളി ഇട്ട് കൊടുത്ത ശേഷം ഉപ്പും എണ്ണയും ഒഴിച്ച് നന്നായി വഴറ്റിയെടുക്കുക. ഉള്ളി നല്ലോണം വഴന്ന് വന്ന ശേഷം കറിവേപ്പിലയും ക്യാരറ്റും ഇട്ട് കൊടുക്കുക. ഉള്ളിയും ക്യാരറ്റും വെന്ത ശേഷം അതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ബീഫ് മസാലപ്പൊടിയും ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുത്ത് നന്നായി മിക്സാക്കിയ ശേഷം അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ബീഫ് ഇട്ട് കൊടുത്ത് നന്നായി മിക്സാക്കി കൊടുക്കുക. ഒന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കുക. 2 മിനിറ്റൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നന്നായി മിക്സാക്കിയ ശേഷം ഒരു പിടി മല്ലിയില ഇട്ട് കൊടുത്ത് നന്നായി മിക്സാക്കി എടുക്കുക. ഇപ്പോൾ നമ്മളുടെ മസാല ഇവിടെ റെഡിയായി. കിഴങ്ങ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചത് നന്നായി കട്ടകളൊന്നും ഇല്ലാതെ ഉടച്ചെടുക്കുക. ബോൾ പോലെ ആക്കാനുള്ളതാണ്. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ ഉടച്ച ശേഷം കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും മല്ലിയിലയും ഇട്ട് കൊടുത്ത് നന്നായി മിക്സാക്കിയ ശേഷം കൈ കൊണ്ട് നന്നായി കുഴച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയ്ക്ക് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു ചെറിയൊരു ബോൾസ് എടുത്ത് കൈയിൻ്റെ അടിയിൽ പരത്തി കൊടുത്തിട്ട് അതിൻ്റെ നടുവിലായിട്ട് നമുക്ക് മസാല ഇട്ട് ഒന്നുകൂടി ഷേപ്പ് ചെയ്തെടുക്കാം. വെറൈറ്റിയും സിമ്പിളുമായ ഈ റെസിപ്പി നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കണേ. അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നമുക്ക് എല്ലാതും അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ എല്ലാതും ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് പൊരിച്ചെടുക്കാം. ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും.